പരീക്ക വാസുട്ടിയേ പേരെ പൊളിച്ചുണ്ടോ അറിയൂല. പരീക്ക എന്താണ്? അതെ, ഇത് മറന്നു വെച്ചിട്ട് ഇവിടെ തരാൻ പറഞ്ഞ തന്നൂട്ടാണ്. ശരി, ഇതവിടെ മറന്നു വെച്ചതാണ്. ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും മറക്കൂന്ന്. ഇപ്പൊ ഞാൻ മുറിന്ന് പറഞ്ഞിട്ടില്ല, ഒരു സാധനം ഓർമ്മയില്ലാന്നേ. നിങ്ങൾക്ക് എവിടെയും മറന്നു വെച്ച് ഞാനല്ല, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. പിന്നെ നിങ്ങൾ മറന്നു വെച്ച് തന്നെയാണ്, എപ്പോഴും മറവിയാണ്. ഇത് നമ്മുടെ മറ്റേ കുമ്പിടി ശാന്തയില്ലേ, അതിന്നിപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോ അവര് പറഞ്ഞു അവിടെ മറന്നു വെച്ചാണെന്ന് കൊടുത്തിരുന്നു. അത് കൊടുക്കാൻ വന്നാണ്. നിങ്ങൾ എന്തിനാ അവിടെ പോയി? ആര് പോയി? ഞാൻ പോയിട്ടില്ല. ഒരു നാട്ടില് മുഴുവൻ മോശപ്പേരുള്ള ഒരു പെണ്ണിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. നിന്റെ കൂടെ എങ്ങനെ എന്താ പറയണേ? അടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എന്തൊക്കെ വർത്താനം ഈ പറഞ്ഞേ? ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ? എന്താണ് എന്താണ് എനിക്കറിയോ നമുക്ക് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണെന്ന്? എന്താണ് നിങ്ങള് മൂപ്പരോട് പറയും പിന്നെ വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ, ആരുടെ കൂടെ പോയി പുറത്തോട്ടേന്ന്. അതിന് മാത്രം എന്തുണ്ടായത്? പറയാൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ നിർത്ത്, അവൻ കാര്യം പറയട്ടെ. കാര്യം പറയടാ. അമ്മ, ഞാനിന്ന് രാവിലെ ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടിട്ട് കടയിലോട്ട് ചെന്നതാണ്. അപ്പൊ നമ്മുടെ ആ വലിയ പറമ്പിൽ താമസിക്കുന്ന ശാന്തയില്ലേ, കുമ്പിടി ശാന്ത, അവരവിടെ ഉണ്ടായി. അവർ ഈ കൊട എന്റെ തന്നിട്ട് പറഞ്ഞു ഇത് ഇന്നലെ വാസൂട്ടി അവരുടെ വീട്ടിൽ വെച്ച് മറന്നതാണ്, ഒന്ന് അവനെ കാണുമ്പോ കൊടുത്തേരെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വന്നാണ്. ഈ കൊട കണ്ടതും റസി അതുമ്മ ചാടി വീണിട്ട് ദേ കിടന്ന അലമ്പാണ്. ഉണ്ടാക്കല്ലേ, കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിട്ട് പുതിയ കഥ. ഞാൻ നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ഞാൻ പണിക്ക് പോയത്. നാട്ടിൽ എവിടെ പണിക്ക് വിളിച്ചാലും നിങ്ങൾ പോകത്തില്ല, പിന്നെ എന്തിനാ ആ പെണ്ണിന്റെ വീട്ടിൽ പോയത്? ആരും ചെല്ലില്ലാന്ന്, പാവങ്ങളാണ് ചോദിച്ചാ. എന്താ എന്താ ആരും ഇവിടെ ചെല്ലാത്തത്? പടച്ചോനിപ്പോ നിപ്പപ്പനി വന്ന വഴി അങ്ങോട്ട് പറഞ്ഞ. അതെ, ഓള് കൊറേ ദിവസമായിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട്. അവളുടെ കുട്ടികൾക്ക് മറ്റേ ഈ സ്റ്റഡി മേശില്ലേ, പഠിക്കുന്ന ടേബിള് അത് ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. നോക്കുമ്പോ അതൊന്നും നടന്നില്ല. അപ്പോഴാണ് അവള് പറയണത്, അതെ വാസുചേട്ടാ 2-3 ഓട് അവിടെ പൊട്ടിരിക്കുന്നുണ്ട്, അതൊന്ന് ശരിയാക്കി തരീന്ന് പറഞ്ഞു. നമുക്കറിയണ പണിയല്ലേ, പാവങ്ങളല്ലേ. അങ്ങനെ അത് കയറി ശരിയാക്കിയിട്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരും ചെയ്തു. കൊട അവിടെയാണ് മറന്നു വെച്ചത്. അപ്പോഴേ ഇതാണ് എന്റെ കൊട. എന്റെ അമ്മ, ഇതാണ് നിങ്ങളുടെ ഒറിജിനൽ കൊട. അവിടെ ഇരിക്കുന്ന കൊട അത് പരീക്കുട്ടി. അമ്മക്ക് അമ്മയുടെ സ്വന്തം കുഴപ്പം കിട്ടിയില്ലേ? ഇത് തന്നെയാണ് അമ്മയുടെ കൊട. ഇത് അമ്മയുടെ സ്വന്തം കൊട, നിങ്ങൾ എടുത്തോളി ട്ടോ. പിന്നെ അവിടെ ഇരിക്കണ കൊട, ആ കൊടകൾക്ക് കത്തിച്ചാൽ